ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു 3D പെയിൻറ്റിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3D പെയിൻറ്റിംഗ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പെയിൻറ്റിംഗ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ക്യാൻവാസ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. 10x12 ഇഞ്ചിൻ്റെ ക്യാൻവാസ് ബോർഡാണ്. അപ്പോൾ പെൻസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് സ്കൈൻ്റെ പോർഷനും പിന്നെ സീൻ്റെ പോർഷനും മാത്രം. ഇനി നമുക്ക് വേണ്ടത് അക്രിലിക് പെയിന്റ് ആണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ട്യൂബിലുള്ള അക്രിലിക് പെയിന്റ് ആണ് എടുത്തിട്ടുള്ളത്. ബോട്ടിലുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലൈറ്റ് ബ്ലൂ ആണ് ആദ്യം തന്നെ കൊടുക്കാൻ പോകുന്നത്. ഫ്ലാറ്റ് ബ്രഷ് ആണ് എടുത്തിട്ടുള്ളത്. ബ്രഷ് നമ്പർ 8 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ആ സ്കൈന്റെ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂ കളർ ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ബ്രഷ് ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ബ്ലൂ കളർ ഇവിടെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളർ വെച്ചിട്ട് ഇതേപോലെ ക്ലൗഡ്സ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഫ്ലാറ്റ് ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രഷ് നമ്പർ 3 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ക്ലൗഡ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഡാർക്ക് ബ്ലൂ എടുത്തിട്ടുണ്ട്. ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ആ സീൻ്റെ പോർഷനും പിന്നെ സ്കൈൻ്റെ പോർഷനും വരുന്ന അവിടെ ഇതേപോലെ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് നമുക്ക് സീൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ബോട്ടിൽ വരുന്ന ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അതാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് സീൻ്റെ പോർഷനിൽ. ഇനി കുറച്ച് വൈറ്റ് കൂടി മിക്സ് ചെയ്തിട്ട് ആ സൈഡ് പോർഷനിലൊക്കെ ഒന്ന് നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ യെല്ലോ കളറും ബ്രൗണും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു കളറാണ് ഞാൻ ഇവിടെ മണലിന് കൊടുക്കാൻ പോകുന്നത്. ആ ബീച്ചിന്റെ പോർഷനിൽ ആ ഒരു ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് വെച്ചിട്ട് ഇതേപോലെ ആ തിരമാലേന്റെ ഷെയ്ഡൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ഡാണ് ആ സൈഡിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കുറച്ച് പുല്ലിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്. അത് ഉണങ്ങിയതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് പിന്നെ കുറച്ച് ഗ്രീൻ അവിടെ ഇവിടെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടും. ലൈറ്റ് ഗ്രീൻ വെച്ചിട്ടാണ് അവിടെ ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്.
പിന്നെ ബ്രൗൺ കളർ വെച്ചിട്ട് ആ തിരേൻ്റെ ആ ഒരു താഴെയുള്ള ആ ഒരു സ്പേസിൽ ഇതേപോലെ ഒന്ന് ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വൈറ്റ് കളർ വെച്ചിട്ട് ആ തിരമാലയൊക്കെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അടുത്തടുത്ത് കാണുന്ന ആ തിരമാലേൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് കുറച്ച് കട്ടിയിൽ ഇതേപോലെ ഒന്ന് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ദൂരേക്ക് പോകുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ലൈൻസ് പോലെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ പണി ഏകദേശം റെഡിയായി. പിന്നെ ഞാൻ ഇതേപോലെ ക്ലേ വെച്ചിട്ട് സ്റ്റാർ ഫിഷിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഈ ബീച്ചിൻ്റെ സൈഡിൽ ഇതേപോലെ അവിടെ ഇവിടേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതേപോലെ ഷെൽസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ പേൾസ് പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതും ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാനിവിടെ പിക്ചർ വാർണിഷ് എടുത്തിട്ടുണ്ട്. അത് ഈ പെയിന്റിങ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അതൊരു കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പെയിന്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.